ഹലോ എവ്രിവൺ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചും ആക്ടിവേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഹിബിറ്റേഴ്സിൽ വരുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ, അതായത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, പിന്നെ സൂയിസൈഡ് ഇൻഹിബിഷനും പറയണം. അതുപോലെ തന്നെ ആക്ടിവേറ്റേഴ്സിനെ കുറിച്ചും നമ്മൾ പറയാം. അപ്പോൾ ഫസ്റ്റ്, ഇപ്പോൾ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി, അതായത് എൻസൈമിൻ്റെ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് എൻസൈം ഇൻഹിബിഷൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ഹിയർ ഇൻഹിബിറ്റർ മോളിക്യൂൾസ് ആർ കമ്പീറ്റിംഗ് വിത്ത് നോർമൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഫോർ അറ്റാച്ചിങ് വിത്ത് ദി ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മുടെ എൻസൈം ഉണ്ട്, ഇത് എൻസൈം. സബ്സ്ട്രേറ്റ്, നമ്മുടെ ഇൻഹിബിറ്റർ മോളിക്യൂൾ എന്ന് പറയുന്നു. നമ്മുടെ ഇൻഹിബിറ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് വിൽ ബി ഓൾമോസ്റ്റ് സിമിലർ, അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ ഒരു സ്ട്രക്ചറൽ അനലോഗ് ആയിരിക്കും ഈ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ ഈ ഇൻഹിബിറ്റർ ആക്റ്റീവ് സൈറ്റിലേക്ക് ചെന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സബ്സ്ട്രേറ്റിന് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ വർക്ക് ചെയ്യുന്നത്. വേറൊരു പോയിന്റ് പറയാനാണെങ്കിൽ ദിസ് ഇസ് റിവേഴ്സിബിൾ, അതായത് എക്സസ് സബ്സ്ട്രേറ്റ് മേ അബോളിഷ് ഇൻഹിബിഷൻ. എക്സസ് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഹിബിറ്ററിനെ എടുത്ത് കളഞ്ഞിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്ത് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ കേസിൽ Km വാല്യൂ കൂടും, പക്ഷേ Vmax റിമെയിൻസ് ദ സെയിം. ഓക്കെ, അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ കേസിൽ LB പ്ലോട്ട് വരുന്നത് ഇങ്ങനെയാണ്. -1/Km ആണ് ഈ വാല്യൂ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ കേസിൽ Km വാല്യൂ കൂടും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വാല്യൂ കൂടും. ഇതാണ് Vmax. Vmax റിമെയിൻസ് ദ സെയിം. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിലേക്ക് വരുമ്പോൾ ഇതാണ് അതിൻ്റെ LB പ്ലോട്ട്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ LB പ്ലോട്ടും വരച്ച് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്താണെന്നും കൂടെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അതേപോലെ ഇപ്പം ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻ ചോദിക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഫസ്റ്റ് വൺ ആയുള്ളൂ. അതേപോലെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ കുറച്ച് ഫാർമക്കോളജിക്കൽ ആപ്ലിക്കേഷൻസ് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഫാർമക്കോളജിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ഡ്രഗ്സ്. അത് ഈ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ ബേസിസിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അലോപ്യൂരിനോൾ. It is used for gout. അതിൻ്റെ it is a competitive inhibitor of xanthin. Sorry, it is a competitive inhibitor of xanthin oxidase, which is an enzyme in uric acid synthesis. അതൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിൻ ഡ്രഗ്സ്. സ്റ്റാറ്റിൻ എന്നാണ്, STATIN, സ്റ്റാറ്റിൻ ഡ്രഗ്സ്. അത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ. ഇത് ഇറ്റ് ഈസ് എൻ ഇൻഹിബിറ്റർ ഓഫ്
HMG-CoA reductase, which is a key enzyme for cholesterol biosynthesis. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷനിലേക്ക് വരുമ്പോൾ അത് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഈ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ അത് ഇറിവേഴ്സിബിൾ ആണ്. നേരത്തെ പോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യണമെന്നില്ല. ലൈക്ക് എൻസൈമും ഇൻഹിബിറ്ററും ആയിട്ടുള്ള കോംപ്ലക്സ് വിട്ടുപോകണമെന്നില്ല. ഇവിടെ ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിലേക്കല്ല. ഇറ്റ് ബൈൻഡ്സ് ടു എ സൈറ്റ് അതർ ദാൻ ദി ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ ആക്റ്റീവ് സൈറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയെന്നും പറഞ്ഞ് ഈ ഇൻഹിബിഷൻ റിവേഴ്സ് ചെയ്യാത്തത്. ഇവിടെ ഇൻഹിബിറ്ററിന് സബ്സ്ട്രേറ്റുമായിട്ട് യാതൊരു സ്ട്രക്ചറൽ സിമിലാരിറ്റിയും ഇല്ല. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഹെവി മെറ്റൽസ്, iodoacetate, oxidizing agents, etc. ഒരു എൻസൈം ആപ്ലിക്കേഷൻ വെച്ച് പറയാനാണെങ്കിൽ സയനൈഡ് ഇൻഹിബിറ്റ്സ് സൈറ്റോക്രോം ഓക്സിഡേസ്. അതേപോലെ തന്നെ ഫ്ലൂറൈഡ് removes Mg2+ and Mn2+, thereby inhibiting enolase and glycolysis. Enolase inhibit ചെയ്തുകൊണ്ട് glycolysis inhibit ചെയ്യും. ഇവിടെ ഇൻഹിബിറ്റർ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊവാലന്റ് ബോണ്ടിങ് വഴിയാണ്. പിന്നെ ഇവിടെ നമ്മൾ വിമാക്സും KMന്റെയും ഡിഫറൻസ് നോക്കുവാണെങ്കിൽ, ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണെങ്കിൽ പറയണേ. Vmax is reduced, but Km value remains the same. അപ്പം Km സെയിം ആയതുകൊണ്ട് സബ്സ്ട്രേറ്റിനോടുള്ള എൻസൈമിൻ്റെ അഫിനിറ്റി എപ്പോഴും സെയിം ആയിരിക്കും, അതിന് മാറ്റം വരത്തില്ല. Km ആണല്ലോ എൻസൈമിന് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റിയെ തീരുമാനിക്കുന്നത്. Km വാല്യൂ കുറയുന്നതിനനുസരിച്ച് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റി കൂടും. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ Km വാല്യൂവിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റിയിലും ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ LV പ്ലോട്ട് വരുമ്പോൾ രണ്ടും ഒരേ പോയിന്റിലേക്കാണെന്നുള്ളത് അങ്ങ് അസ്യൂം ചെയ്യുക. Km വാല്യൂ ഇത് രണ്ടും Vmax ആണ്. Vmax കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ്റെ LV പ്ലോട്ട്. ഇതിൽ പ്രോപ്പറായിട്ട് ഗ്രാഫ് ലേബൽ ചെയ്ത് വരയ്ക്കുക. ഞാനിവിടെ ആക്സസസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, ആക്സസിൽ എന്താണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുക. LV പ്ലോട്ട് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ LV പ്ലോട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇവിടെ ഇൻഹിബിറ്ററിന് ഫ്രീ എൻസൈമുമായിട്ട് അഫിനിറ്റി ഒന്നുമില്ല. ഫ്രീ എൻസൈമുമായിട്ടല്ല ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ടാണ്.
here both Vmax and Km are decreased. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇൻഹിബിഷൻ ഓഫ് ALP. ALP എന്ന് പറയുമ്പം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ്. അപ്പോൾ ഇൻഹിബിഷൻ ഓഫ് ALP ബൈ ഫിനൈലലാനിൻ. ഇതിനെയും LB പ്ലോട്ട് ഉണ്ട്, അത് വരയ്ക്കാം. LB പ്ലോട്ട് അപ്പോൾ ഇങ്ങനെ ഓൾമോസ്റ്റ് പാരലായിട്ട് വരും. കാരണം Vmaxും 1/Vmax ആണ്, -1/Km രണ്ടും കുറയുന്നുണ്ട്. -1/Km അല്ല കുറയുന്നത്, Km വാല്യൂ കുറയുന്നു, Vmaxും കുറയുന്നു. അപ്പം അതിനനുസരിച്ച് ഗ്രാഫിൽ 2 പോയിന്റ് ആയിട്ട് നമുക്ക് വരും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സൂയിസൈഡ് ഇൻഹിബിഷൻ. Suicide inhibition എന്ന് പറയുമ്പോൾ it is a special type of irreversible inhibition. A structurally similar inhibitor which is weak binds to the active site of an enzyme. After a few reactions, the complex becomes a very strong inhibitor, stopping further reactions. അപ്പോൾ ഇവിടെ suicide inhibition നമുക്ക് പറയാം it is a special type of irreversible inhibition. അതെങ്ങനെയാണ് നടക്കുന്നത്? Structurally similar inhibitor which is weak binds to an enzyme. After a few reactions, the complex very strong inhibitor, stopping further reaction. ഓക്കെ, അപ്പം ഒരു സ്ട്രക്ചറലി സിമിലർ, അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ളൊരു ഇൻഹിബിറ്റർ ചെന്ന് നമ്മുടെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വീക്കായിട്ട് ബൈൻഡ് ചെയ്യും. ഒരു വീക്ക് ഇൻഹിബിറ്ററാണ്. ഇത് ബൈൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് റിയാക്ഷൻ നടക്കും. കുറച്ച് റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഈ ഇൻഹിബിറ്റർ എൻസൈം കോംപ്ലക്സ് ഒരു സ്ട്രോങ് ഇൻഹിബിറ്ററായി മാറും. ആ സ്ട്രോങ് ഇൻഹിബിറ്ററായി മാറിയത് പിന്നെ ഫെർദർ റിയാക്ഷനൊന്നും പ്രൊസീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് സൂയിസൈഡ് ഇൻഹിബിഷൻ എന്ന് പേര് വരുന്നത്. കാരണം ഈ എൻസൈം തന്നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എൻസൈമിനും പങ്കുണ്ട്. അല്ലാതെ ഒരു ഇൻഹിബിറ്റർ വെറുതെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതങ്ങ് ഇൻഹിബിറ്റ് ആവുമല്ല. ഈ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ബാക്കി എൻസൈമിന് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇതിന് സൂയിസൈഡ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. ആക്ഷൻ ഓഫ് ആസ്പിരിൻ. ആസ്പിരിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആസ്പിരിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ അരക്കിഡോണിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു പ്രോസ്റ്റാഗ്ലാൻഡിൻ ബൈ ദി എൻസൈം സൈക്ലോഓക്സിജനേസ്. ഓക്കെ, ആസ്പിരിൻ അസിറ്റിലേറ്റ്സ് എ സെറിൻ യൂണിറ്റ് ഇൻ ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് സൈക്ലോഓക്സിജനേസ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ ഈ അരക്കിഡോണിക് ആസിഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ സൈക്ലോഓക്സിജനേസ് ആണ്. അങ്ങനെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഈ ആസ്പിരിൻ എന്താ ചെയ്യുന്നത്? ആസ്പിരിൻ സൈക്ലോഓക്സിജനേസിലെ ആക്റ്റീവ് സൈറ്റിലുള്ള ഒരു സെറിൻ മോളിക്യൂളിനെ ചെന്ന് അസിറ്റിലേറ്റ് ചെയ്യും. അവിടെ അസിറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഈ അസിറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തത് കാരണം ആ ആക്റ്റീവ് സൈറ്റിന് പിന്നെ അരക്കിഡോണിക് ആസിഡിനെ ബൈൻഡ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആക്റ്റീവ് സൈറ്റ് അപ്പം കൺഫർമേഷൻ മാറി. ആ കൺഫർമേഷൻ മാറിയത് കാരണം അരക്കിഡോണിക് ആസിഡിനെ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റിയാക്ഷൻ മുന്നോട്ട് പോകില്ല. അങ്ങനെ പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവത്തില്ല.
ഇൻഫ്ലമേഷൻ അങ്ങനെ കുറയും. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഓഫ് ആസ്പിരിൻ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഈ ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 7 മാർക്കിന് വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 7 മാർക്ക് ഉറപ്പാണ്. പിന്നെ നമുക്ക് എൻസൈം ആക്ടിവേറ്റേഴ്സിനെ കുറിച്ച് പറയാം. എൻസൈം ആക്ടിവേറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് ആർ സം ഇനോർഗാനിക് ആസിഡ്സ്. അപ്പോൾ ഈ ഇനോർഗാനിക് ആസിഡ്സിൻ്റെ പ്രസൻസ് കാരണം എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് CL- ആക്ടിവേറ്റ് ചെയ്യുന്നത് സലൈവറി അമൈലേസിനെയാണ്. അതേപോലെ തന്നെ CA2+ ആക്ടിവേറ്റ് ലിപ്പേസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ അതൊരു ഫേസാണ്. വേറെ രീതിയിൽ നമുക്ക് പറയാം. അനദർ ടൈപ്പ് ഇസ് കൺവേർഷൻ ഓഫ് എൻ ഇനാക്റ്റീവ് പ്രോ എൻസൈം ഓർ സൈമോജൻ ടു ദി ആക്റ്റീവ് എൻസൈം. ഇത് നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ പെപ്സിനോജൻ ഉണ്ട്. ആ പെപ്സിനോജൻ HCl വരുമ്പോഴാണ് യൂഷ്വലി പെപ്സിനിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രോട്ടീൻ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈം ഫോം ചെയ്യുന്നു, അല്ലേ? പെപ്സിൻ പ്രോട്ടീൻ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈം ആണത്. അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഇനാക്ടിവേറ്റഡ് പ്രോ എൻസൈം എക്സാമ്പിളാണ് പെപ്സിനോജൻ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എൻസൈമാണ് പെപ്സിൻ. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ HCl ആണ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ, അതേപോലെ തന്നെ കൈമോട്രിപ്സിനോജൻ ടു കൈമോട്രിപ്സിൻ. ഇവിടെ എല്ലാം നടക്കുന്നത് പ്രോട്ടിയോളിറ്റിക് ക്ലീവേജ് ആണ്. എക്സാമ്പിളായിട്ട് എഴുതാം. പെപ്സിനോജൻ ടു പെപ്സിൻ, ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ. ഓക്കെ, അപ്പോൾ ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചും ആക്ടിവേറ്റേഴ്സിനെ കുറിച്ചും ഇത്രേ പറയാനുള്ളൂ. So that's it for today's video. Thank you and have a good day.